ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ ഏറ്റവും ദരിദ്രമായി ജീവിക്കുന്ന 10 രാജ്യങ്ങളിൽ അവർ വിശ്വസിക്കുന്ന മതങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് മഡാഗസ്കർ. ഇവിടെ 41% ക്രിസ്ത്യൻ വിഭാഗത്തിലെ ജനങ്ങളാണ്. അതിൽ 23% റോമൻ കത്തോലിക്കരും 18% പ്രൊട്ടസ്റ്റന്റുമാണ്. 7% മുസ്ലിങ്ങളും ഇവിടെ വസിക്കുന്നുണ്ട്. വളരെയധികം ഒത്തൊരുമയുള്ള മതേതരത്വമുള്ള രാജ്യങ്ങളായ ഇവിടെ ദാരിദ്ര്യത്തിന് യാതൊരു കുറവുമില്ല. 9ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചാഡ്. ഇവിടെ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള മതം ഇസ്ലാമും ക്രിസ്തു മതവുമാണ്. ഇതര മതസ്ഥരും മറ്റു മതങ്ങളുടെ അനുയായികളുമുള്ള ചെറിയ ജനസംഖ്യയും ഇവിടെയുണ്ട്. ഇസ്ലാം 55% ആണെങ്കിൽ ക്രിസ്തു മതം 41% ആളുകൾ ഇവിടെ വിശ്വസിക്കുന്നു. ചാഡിയൻ മുസ്ലിങ്ങളിൽ 90% പേർ സുന്നികളും 1% ഷിയാകളും ആണെന്ന് അവകാശപ്പെടുന്നു. 8ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് മലാവി. ഇസ്ലാമിന്റെയും പരമ്പരാഗത വിശ്വാസങ്ങളുടെയും ഗണ്യമായ ജനസംഖ്യയുള്ള മലാവിയിൽ ഏറ്റവും വ്യാപകമായി അവകാശപ്പെടുന്ന മതമാണ് ക്രിസ്തു മതം. 79.3% ആളുകളാണ് ക്രിസ്തു മതത്തിലുള്ളത്. 14% ഇസ്ലാം മതത്തിലും വിശ്വസിക്കുന്നുണ്ട്. മലാവി ഒരു മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ മതപരമായ ആഘോഷ ദിവസങ്ങളിൽ ഇവിടെ ദേശീയ അവധിയാണ്. 7ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് മൊസാംബിക്. ഇവിടുത്തെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം. 55.8% ക്രിസ്ത്യൻ വിശ്വാസികളാണ് ഇവിടെ ജീവിക്കുന്നത്. പരമ്പരാഗത വിശ്വാസങ്ങളുടെയും ഇസ്ലാമിന്റെയും അനുയായികളിൽ ഗണ്യമായ ന്യൂനപക്ഷമുണ്ട്. മൊസാംബിക് ഒരു മതേതര രാഷ്ട്രമാണ്. 6ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നൈജറാണ്. 2012 സെൻസസ് അനുസരിച്ച് നൈജറിൽ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന മതമാണ് ഇസ്ലാം. ജനസംഖ്യയിലെ 99% ആളുകളാണ് ഇവിടെ വിശ്വസിക്കുന്നത്. ഏകദേശം 80% മുസ്ലിങ്ങളും മാലിക്കി നീതിപീഠത്തിലെ സുന്നികളുമാണ്. ബാക്കി വരുന്നത് ആനിമിസവും ക്രിസ്തു മതവും ആചരിക്കുന്നവരാണ്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സൊമാലിയ. ഇവിടുത്തെ പ്രധാന മതം ഇസ്ലാമാണ്. ചെറിയ ന്യൂനപക്ഷങ്ങളായി ക്രിസ്ത്യാനികളും പരമ്പരാഗത ആഫ്രിക്കൻ മതങ്ങളും ഇവിടെയുണ്ട്. ഏകദേശം 99.9% ഇസ്ലാം മതം വിശ്വാസികളാണ് ഇവിടെയുള്ളത്. ഇസ്ലാമിൽ 99% ആളുകളും ആചരിക്കുന്നത് സുന്നിസമാണ്. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് കോങ്കോ. ഇവിടുത്തെ പ്രധാന മതം ക്രിസ്തു മതമാണ്. കത്തോലിക്ക മതവും പ്രൊട്ടസ്റ്റന്റ് മതവും അതിന്റെ പ്രധാന വിഭാഗങ്ങളാണ്. 95.4% ക്രിസ്തു മതമാണ് ഇവിടെയുള്ളത്. കൂടാതെ ഒരു മതേതര രാഷ്ട്രമാണ് ഇത്. മതസ്വാതന്ത്ര്യം അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്. ഇസ്ലാമിന്റെയും പരമ്പരാഗത ആഫ്രിക്കൻ മതങ്ങളുടെയും അനുയായികളിൽ ഗണ്യമായ ന്യൂനപക്ഷങ്ങളുള്ള മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ പ്രധാന മതമാണ് ക്രിസ്തു മതം. 89% ക്രിസ്തു മതമാണ് ഇവിടെയുള്ളത്. രാജ്യം ഔദ്യോഗികമായി മതേതരമാണ്. ഈസ്റ്റർ, ക്രിസ്മസ് എന്നീ ദിവസങ്ങളിൽ ഇവിടെ പൊതു അവധിയുമാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് സൗത്ത് സുഡാൻ. പരമ്പരാഗത വിശ്വാസങ്ങളുടെയും ഇസ്ലാമിന്റെയും അനുയായികളിൽ ഗണ്യമായ ന്യൂനപക്ഷമുള്ള ദക്ഷിണ സുഡാനിൽ ഏറ്റവും വ്യാപകമായി അവകാശപ്പെടുന്ന മതമാണ് ക്രിസ്തു മതം. ഇതിൽ 60% ജനവിഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. ദക്ഷിണ സുഡാനിലെ കത്തോലിക്കരെക്കാൾ പ്രൊട്ടസ്റ്റന്റുകാരാണ് കൂടുതലെന്ന് 2019 കണക്ക് പറയുന്നത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ബുറുണ്ടി. ഇവിടുത്തെ മതം വൈവിധ്യമാർന്നതാണ്. ക്രിസ്തു മതം ഇവിടെ വളരെ ശക്തമാർന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ മതവിഭാഗമാണ് കത്തോലിക്ക മതം. 58.6% കത്തോലിക്ക മതവും 35.32% പ്രൊട്ടസ്റ്റന്റ് മതവുമാണ് ഇവിടെയുള്ളത്. എന്നിരുന്നാലും ഒരു മതേതര രാജ്യമാണ് ബുറുണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.